ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തോന്നല്ല. നമ്മൾ മോർണിംഗിൽ തന്നെ നെസ്റ്റോൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നെസ്റ്റോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ നേരത്ത് അതിൻ്റെ ഷട്ടർ ഓപ്പൺ ആവണതിൻ്റെ ടൈമിൽ തോന്നിയതാട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന്. അപ്പോൾ അവിടുന്ന് മുതൽ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പോയി നിന്നു. അപ്പോൾ പോയി നിന്ന് കഴിഞ്ഞ ടൈമിൽ 8 o'clock അത് ഓപ്പൺ ചെയ്യുള്ളൂ. നമ്മളൊരു 2-3 മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആരും വന്നിട്ടില്ല. പിന്നെ അവിടെ കിടക്കണവരെ എന്താ പറയുക, ഓഫീസിലത്തെ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ വണ്ടികളാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ 8 o'clock ആയ ടൈമിൽ അപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് കേട്ടോ. അപ്പോൾ ആ ഫ്ലോറിലൊന്നും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ആരും ഇല്ലാതെ നമ്മൾ ഫസ്റ്റിലാണ് കയറുമ്പോൾ ഭയങ്കര ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ കയറി. പിന്നെ അവിടെ ചെറിയ മക്കൾക്കൊക്കെ ഉള്ള കുറേ ടോയ്സുകളുടെ ഓഫറിൽ എടുക്കേണ്ടിയിരുന്നു. അപ്പോൾ മുന്നേ അല്ലാതെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. മുന്നേക്ക് സ്കൂളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെറുതേ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുക എന്നുള്ളതിൽ ഞങ്ങളങ്ങനെ അവിടെ കുറേയൊക്കെ നോക്കി ഒരു ചെറിയൊരു ടോയൊക്കെ എടുത്ത് മറ്റേ ബബിള് വീർപ്പിക്കണതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. അവനില്ലാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും എന്തെങ്കിലും വാങ്ങിയോ എനിക്ക് എന്ന് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എന്തെന്നല്ല, ചെറിയ വല്ല എന്തെങ്കിലും മിഠായിയെങ്കിലും മതി, അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ ടിഷ്യൂ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഓട്സ് ഓഫറിനുണ്ടായിരുന്നു. അപ്പോൾ ഓട്സ് എടുത്തു. അത് കഴിഞ്ഞ് പാല്, അങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്ത് പിന്നെ നമുക്കിനി വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ എടുക്കണം. കാലത്ത് തന്നെ പോയാലുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഓരോരുത്തരിങ്ങനെ ചില സംഭവങ്ങൾ തന്നെ ഇങ്ങനെ പഴുത്തുണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പീക്കിയിട്ട് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കച്ചറായിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ കാലത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സാധനങ്ങളും കിട്ടും. പിന്നെ അങ്ങനെ തിരക്കുണ്ടാവില്ല. ഭയങ്കര തിരക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സാധനങ്ങളും കിട്ടില്ല, എന്തോ ഒരു പോലെയാണ്. അപ്പോൾ തിരക്കില്ലാണ്ട് ഞങ്ങൾ മിക്കതും തിരക്കില്ലാത്ത ടൈമിൽ തന്നെ പോവുള്ളൂ കേട്ടോ. അതേപോലെ വ്യാഴാഴ്ച ഒന്നും നെസ്റ്റോൾക്ക് കയറിയില്ല. കാരണം വ്യാഴാഴ്ച കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ല സാധനങ്ങളും കിട്ടില്ല, കാരണം നല്ല തിരക്കാവും. അപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, വ്യാഴാഴ്ച കാലത്ത് പോവും, രാത്രിയിലായിട്ട് അങ്ങനെ പോവില്ല. അല്ലെങ്കിൽ പിന്നെ ബുധനാഴ്ച അങ്ങനെ വാങ്ങിച്ചു വെക്കും, പിന്നെ വെള്ളിയാഴ്ചക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച പിന്നെ അങ്ങനെ വാങ്ങിയില്ല, ഞങ്ങളങ്ങനെ മറന്നു. പിന്നെ വെള്ളിയാഴ്ച കാലത്ത് പോകാമെന്നുള്ളതിൽ അങ്ങനെ ഇരുന്നതാട്ടാ. പിന്നെ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു, കാലത്ത് പിന്നെ ഞാനും അബി മാത്രമല്ല ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരേ പപ്സ് വാങ്ങി, മുന്നാക്കൊരു ചെറിയ പിസയും വാങ്ങിയിട്ടോ അവിടുന്ന്. പപ്സ് തന്നെ കാലത്ത് നിന്ന് കഴിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കോളേജിൽ പോകുന്ന ടൈമിൽ നമ്മൾ കാലത്ത് എണിച്ച് പോകുമ്പോൾ ഒന്നും കഴിക്കാണ്ടാണ് പോവുക. എന്നിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിരുന്ന ആകെ ഒരു സാധനം പപ്സും കട്ട്ലേറ്റാണ്. അങ്ങനെ പപ്സ് കഴിച്ച് പപ്സിനോടൊരു ഇഷ്ടമില്ലായ്ക വന്ന്. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ പപ്സ് കഴിച്ചത്. കാരണം നമ്മളിപ്പോൾ ഒരു 5 വർഷം കോളേജിൽ അവിടെ ഉണ്ടായിട്ട് ഇത് കാലത്ത് ഫുൾ ടൈം പപ്സ് ആയിരുന്നു. അതൊരു രസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കോളേജിൽ പോയി ആ ഒരു ബെല്ലടിക്കാൻ വേണ്ടി കാത്തു നിൽക്കും ക്യാൻറ്റീനിലേക്ക് ഓടാൻ വേണ്ടിയിട്ട്. അവിടുത്തെ തിരക്കാണെങ്കിലാ അയ്യോ ഭയങ്കര തിരക്കും. എന്നിട്ട് ആ തിരക്കിൽ ചെന്ന് കിട്ടണതാ നല്ല ചൂടുള്ള പപ്സും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് കഴിയണ ടൈമിലായിരിക്കും കേട്ടോ പിന്നെ ബെല്ലടിക്കുക. പക്ഷെ ഞങ്ങൾ എന്നാലും പപ്സൊക്കെ തിന്ന് കഴിഞ്ഞ് സാവധാനെ ക്ലാസ്സിലേക്ക് പോയിരുന്നുള്ളൂ. പക്ഷെ അന്നത്തെ കാലം എന്നൊക്കെ പറയുന്നത് ഒരു രസമുള്ള സംഭവമാണ് കേട്ടോ. ക്യാൻറ്റീനിലേക്ക് ഓടിയിരുന്നതും എന്താണെങ്കിലും ഫുഡിൻ്റെ മാത്രമല്ല, എന്തും നല്ല രസമുള്ളൊരു കാലമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനി ബില്ലിങ്ങിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. ബില്ലിങ്ങിൻ്റെ അവിടേക്ക് പോകണം, നേരെ ബില്ലിങ്ങിൻ്റെ അവിടേക്കൊന്നും പോയില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങി, കാരണം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങി നമുക്ക് അങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ പിന്നെ ബില്ലിടാൻ പോയത്. അങ്ങനെ ബില്ലിടലൊക്കെ കഴിഞ്ഞു. നമ്മളിതാ എല്ലാമൊക്കെ ട്രോളിയിലേക്കൊക്കെ എടുത്ത് വെച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ കുറേ അവിടെയുള്ള വീഡിയോസൊക്കെ എടുത്ത് കണ്ടത്
ചിലവർക്കൊക്കെ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അല്ല, എന്നാൽ മിക്ക ആൾക്കാർക്കും ഇതേപോലെ പർച്ചേസിങ്ങിന് പോയി കഴിഞ്ഞാലും നമ്മൾ വാങ്ങിക്കണ സാധനം വാങ്ങിയാലും കുറേയൊക്കെ അവിടെ ഒന്ന് കറങ്ങി ചിലപ്പോൾ നമുക്ക് എടുക്കില്ല, നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ നമ്മളതൊക്കെ ഒന്ന് കണ്ട് കറങ്ങി കഴിഞ്ഞിട്ടേ മിക്ക ആൾക്കാരും വരുള്ളൂ കേട്ടോ. പല ആൾക്കാരും ഇത് കാണുന്ന മിക്ക ആൾക്കാരും അങ്ങനെ ഒരു സ്വഭാവമുള്ളവരായിരിക്കും. കാരണം പലരും ഇതേപോലെ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളും കാണുമ്പോൾ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി. ഇനി സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഇതൊക്കെ നമ്മളിപ്പോൾ ഈ വിൻ്ററിൻ്റെ ടൈമായപ്പോൾ വാങ്ങിയിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഇനി അതൊക്കെ നമ്മളവിടെ ഒരു ചെറിയ താബൂക്ക് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ മണ്ണിട്ടുണ്ട്. അപ്പം ഇനി അത് വളവും മണ്ണൊക്കെ മിക്സ് ആക്കിയിട്ട് ഇനി അതൊക്കെ ഇറക്കി വെക്കണം ആ ചെടികളൊക്കെ. അതൊക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മളിനി പപ്സ് കഴിക്കണം. കാലത്ത് പിന്നെ ഇനി ഇതേ കഴിക്കണമല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കലേക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കണ കാരണം പിന്നെ കാലത്ത് വലിയ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കണില്ല. അപ്പോൾ നമ്മളിതാ പപ്സ് കഴിക്കലൊക്കെയാണ്. നമ്മൾ ഈ കഴിക്കണ ഭാഗത്ത് എന്താ പറയുക, വിൻഡോ ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്ത് നിന്ന് കർട്ടൻ മാറ്റിയിട്ടിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അവിടുന്ന് മേഘവും കാര്യങ്ങളും അങ്ങനെയൊക്കെ കണ്ടിട്ടും അതേപോലെ കാലത്ത് ഉദിച്ച് വരുന്ന ആ വെയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനും നല്ല രസമാണ്. അതേപോലെ ഞങ്ങൾ പറഞ്ഞിട്ട് മഴ പെയ്തിട്ട് വേണം, മഴ പെയ്യണ ടൈമിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ. കാരണം മഴ കണ്ടുകൊണ്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബിരിയാണി പരിപാടിക്ക് നിന്ന് കേട്ടോ. ഞാൻ പിന്നെ ബിരിയാണിയുടെ അങ്ങനെ ഫുള്ളായിട്ടുള്ള റെസിപ്പി അങ്ങനെ ഭയങ്കര ഇതൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ കുറേ മുന്നത്തെ വീഡിയോസിലും ഇവിടെയുള്ള ടൈമിലത്തെയും അതേപോലെ നാട്ടിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോസിലും എല്ലാം കുറേ ബിരിയാണിയുടെയും ബീഫിൻ്റെയും ചിക്കൻ്റെയും അങ്ങനെ കുറേ ബിരിയാണി റെസിപ്പി ഉള്ളതുകൊണ്ട് നമ്മളധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബീഫ് അവിടെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മസാലയിലേക്കൊക്കെ ഇട്ടുന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അത് നിൽക്കുന്ന ടൈമിൽ മുന്നേ വരണ ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ പോയിട്ടൊന്ന് ഗേറ്റ് തുറന്ന് വെച്ചതാണ്. അങ്ങനെ ഗേറ്റ് തുറന്ന് വെച്ച് അങ്ങനെ പിന്നെ ആ ഒരു ലോഹറിൻ്റെ നേരമൊക്കെ ആയിട്ടാണ്. കാരണം ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മുന്നേ ബസ് വരാറുള്ളൂ. കാരണം വെള്ളിയാഴ്ച ആകുമ്പോൾ നല്ല ലേറ്റാവും. ട്രാഫിക്കുള്ള കാരണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോണവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ലേറ്റാവും വെള്ളിയാഴ്ച വരാൻ. എല്ലാ ദിവസം കുറച്ചൊരു 3/4 മണിക്കൂറൊക്കെ മതിയാവും വരാൻ. വെള്ളിയാഴ്ച ദിവസം 1 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ വരാൻ. അങ്ങനെ മുന്നേ എത്തി വന്നു. പിന്നെ കുറേ സ്കൂളിലത്തെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അകത്തേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇനി ചോറിട്ടിട്ട് ഇനി ദമ്മിടാൻ പോവാണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ബിരിയാണി വെക്കുന്ന ടൈമിൽ നമ്മൾ 2 ലെയർ ഇടുമ്പോൾ ഈ നമ്മൾ പൊരിച്ച് വെച്ചതൊക്കെ ഉണ്ടല്ലോ അത് ഒരു നടുവിലാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോൾ മേൽഭാഗത്ത് നമ്മൾ ദമ്മ് വരുമ്പോൾ അത് കരിയില്ല. അപ്പോൾ കാണാനും ഒരു രസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റിയ എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അതുമാണ് കേട്ടോ മേലക്കൂടെ ഒഴിച്ച് കൊടുത്തത്. പിന്നെ കുറച്ച് റോസ് വാട്ടറും കുറച്ച് നമ്മളെ പൈനാപ്പിളിൻ്റെ എസൻസും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു ഫോയിൽ ഷീറ്റൊക്കെ വെച്ചിട്ട് ഇനി അത് ദമ്മിടാനിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ദമ്മിടാൻ വെച്ച്. അപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഞാൻ പോയി ഫ്രഷൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അഭിമന്യം പള്ളിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ബുഹൂറൊക്കെ ഒന്ന് കത്തിച്ച് ഒന്ന് ഫ്രഷ് ആവാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ എല്ലാം റെഡിയായി നിൽക്കുന്ന ടൈമിൽ അപ്പോൾ അവർ വന്ന്. പിന്നെ ഇന്നൊരു ഗസ്റ്റും ഉണ്ട് കേട്ടോ. അവിടെ ഫ്രണ്ടാണ്, കൂടെ വർക്ക് ചെയ്യണ ഫ്രണ്ടുമാണ്. അപ്പോൾ ആളും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് 3 ആൾക്കും കൂടിയിട്ട് ഞാൻ ഫുഡ് തന്നെ വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെ വിളിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാൻ അവരങ്ങനെ ഇരുന്ന് കേട്ടോ. പിന്നെ ഞാനിവരെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇരുന്നുള്ളൂ. കാരണം നമ്മളത് വിളമ്പി വെച്ച് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ പിന്നെ നമ്മൾ പോകണ്ട. പിന്നെ അവരെ ഫുഡ് കഴി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരണ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.